എല്ലാ വഴിക്കും തിരക്കാം. ഒരു വഴി ഒഴിച്ചു വിട്ടിട്ടില്ല, സകലവും തിരക്കാം. ഈ തിരക്കിന്റെ ഇടയിൽ ആൾക്കാര് ബഹളവും. ചില ആൾക്ക് തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാ, അപ്പൊ അതിന്റെ പ്രശ്നവും. കുരങ്ങന്മാരുണ്ട് ഇവിടെയെല്ലാം. സാധനങ്ങളെല്ലാം ശ്രദ്ധിക്കണം, കയ്യിൽ തൂക്കിയിട്ടെല്ലാം പിടിച്ചു പറിച്ചു കൊണ്ടുപോവാ. നീങ്ങുന്നില്ല, അത്രയും തിരക്ക. മണികർണിക ഘാട്ടിലേക്കാണ് പോകേണ്ടത്. തിരക്കെന്ന് പറഞ്ഞ ഭയങ്കര തിരക്ക്. തള്ള, നല്ല തള്ള. എന്ത് ചെയ്യാനാ, അത്രയും ആളല്ലേ വരുന്നു ഓരോ ദിവസവും. ഇന്ന് ശനിയാഴ്ചയും ഞായറാഴ്ച ആകുമ്പോഴേക്ക് തിരക്ക് കൂടാനൊന്നുമില്ല, ഡെയിലി തിരക്കാ. അങ്ങനെ തിരക്കുന്ന് കുറച്ച് ഫ്രീ ആയി. എന്നാലും നമ്മളിപ്പോ ഘട്ടിലേക്ക് എത്താൻ പോവാ. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന തിരക്കാ. എന്റെ ബാക്കിലാണെങ്കിൽ അയിലും മുട്ടൻ തിരക്കാ. അതെന്റെ ബാക്കിൽ കാണുന്ന തിരക്ക്, അതെന്റെ ഫ്രണ്ടിലെ തിരക്ക്. പോന്നേം വരുന്നതിന്റെ തിരക്കാ അത്. ഏതായാലും ആള് കൂടിയപ്പോ ഇവിടെ ഈ ഭാഗത്തൊന്നും പശുക്കളൊന്നുമില്ല. പശുക്കളെയെല്ലാം മാറ്റിയും തോന്നുന്നു, കാരണം ചാണകമൊന്നുമില്ല. അല്ലെങ്കിൽ താഴെ നോക്കിയില്ലേ ചാണകം അങ്ങോട്ടേ ഔട്ടും. ഈ കാണുന്നതാണ് മണികർണിക ഘാട്ട്. അപ്പോ മുകളിലോട്ട് പോണോ അല്ലെങ്കിൽ താഴോട്ട് പോണോ? നമുക്ക് താഴോട്ടാണ്, അങ്ങോട്ടൊന്ന് കയറിയിട്ട് വരാം. മുകളിലോട്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല. ഇവിടെ എന്താ ഇല്ല, ദഹിപ്പിക്കുന്ന സ്ഥലം. ഇല്ല ഉള്ള നോക്കട്ടെ. ഇവിടെ എല്ലാവരെയും അവസാന കർമ്മങ്ങൾ കഴിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അത് തന്നെ, അത് താഴെ ദഹിപ്പിക്കുന്നുണ്ട് അവിടെ. आपके कूल के कैंडिडेट जिला क्या ഇത് മുകളിലാണ് ഞാൻ കയറി വന്ന. എല്ലാം ദഹിപ്പിക്കുന്ന സ്ഥലങ്ങളാ. ഇതെല്ലാം ഇങ്ങനെ 2, 4, 6, 8, 10 ചിത തന്നെയുണ്ട്. അവിടെ ഒരു ചിതക്ക് തീ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ഒരു ചിതേന്റെ കർമ്മങ്ങൾ കഴിക്കുന്നുണ്ട്, തീ കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ ഒരു ഭാഗത്ത് ചിത
മറ്റൊരു ഭാഗത്ത് ഇതാ ഇവിടെ ബോട്ടിങ് നടക്കുന്നുണ്ട്. ഏതായാലും വെള്ളമെല്ലാം ഈ ഭാഗത്ത് വൃത്തിയായി കാണുന്നുണ്ട്. കുറച്ച് പുതിയതായിട്ട് കെട്ടുകയെല്ലാം ചെയ്തിന്. അവിടെ വലതുവശത്ത് ഇത് ഘാട്ട് കെട്ടിയിട്ടിട്ടുണ്ട് പടികളായിട്ട്. അപ്പോൾ അവിടെ തകൃതിയിൽ ബോട്ടിങ് കാര്യങ്ങളെല്ലാം നടക്കുക. ഇവിടെ ചിത കത്തിച്ചുകൊണ്ടിരിക്കുക. കത്തിക്കാൻ വേറെയും ബോഡി ഇങ്ങനെ കാത്തിരിപ്പുണ്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. മരണമെടുക്കുമ്പം ചില ആൾ ഇവിടെ വന്ന് ഇവിടെ തന്നെ മരിക്കുന്ന ആൾക്കാരുണ്ട് മോക്ഷം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുന്ന് മുകളിലുള്ള കാഴ്ചകളാണ്. മുകളിൽ മുകളിലും ചിത കത്തിക്കുന്ന സ്ഥലമുണ്ട്. ഇതിപ്പോൾ അവിടെ ചിതക്ക് തീ കൊടുത്ത് ഇവിടെ കത്തിക്കുന്നുണ്ട്. എല്ലാം പെയ്ഡാ. എല്ലാം സാധനങ്ങള്, സാമഗ്രികള്, ശവം മഞ്ചില് തൂക്കിക്കൊണ്ട് കൊണ്ടുപോകാനും ഗംഗയിൽ മുക്കാനും എല്ലാ കാര്യങ്ങളും പെയ്ഡ് ആൾക്കാർ, അതിനായിട്ട് ആൾക്കാരുണ്ട് ഇവിടെ. ഇനി കർമ്മം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെന്നെ ചെയ്യും. പൈസ കൊടുത്ത് വെച്ചാൽ മതി, വേറൊന്നും വേണ്ട. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്കിനി ഇവിടുന്ന് താഴോട്ട് പോവാം. മുമ്പേ കുറച്ച് വർഷം മുമ്പേ, 5-8 വർഷം മുമ്പേ ഞാൻ ഇവിടെ വന്നപ്പം ഈ താഴെ കാണുന്ന ഈ കത്തിക്കുന്ന ഏരിയ ഇപ്പൊ ചെറുതാക്കീന്. ആദ്യത്തെ ഷട്ടർ കഴിഞ്ഞ് രണ്ടാമത്തെ ഷട്ടർ അടിച്ച് അവിടുത്തെ വരെ നേരെ പുഴയിലേക്ക് പോവുമായിരുന്നു ശവങ്ങളെല്ലാം. പുഴക്കന്നെയായിരുന്നു അതിന്റെ കത്തിക്കലുമല്ല. ഇപ്പൊ അവിടെ ഏരിയ കുറച്ച് മുകളിലോട്ടും കത്തിക്കുന്നുണ്ട്. മുകളിലോട്ട് ഞാൻ മുമ്പേ കണ്ടിട്ടില്ല, ഞാൻ വരാത്തോണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ താഴത്തില്ല കത്തിക്കുന്നതിന്റെ ഏരിയ കുറച്ച്. കാരണം പുഴയിലേക്ക് മാലിന്യങ്ങൾ പോവാണ്ടിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ സ്ഥലം. ഏതായാലും വെള്ളമെല്ലാം നീറ്റായിട്ട് കാണുന്നുണ്ട്. സൈഡിൽ നിന്നും അങ്ങനെ കച്ചറ കെട്ടിക്കിടക്കുന്ന കാണുന്നില്ല. നീറ്റാക്കിയിട്ടുണ്ട്. ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആള് കുംഭമേള അനുബന്ധിച്ചിട്ട് അതിന്റെ ഒരു ആൾക്കാർ ഇങ്ങോട്ടും വരുന്നുണ്ട് ദർശനത്തിന്. ഏതായാലും ഈ കാഴ്ചകള് കണ്ട് ഇവിടെ നിന്ന് നീങ്ങട്ടെ. ഇതാണ് മണികർണിക ഘാട്ട്. ശവസംസ്കാരം ചെയ്യുന്ന മെയിൻ ഘാട്ട് ഇത്, മണികർണിക ഘാട്ട്. ശവം കത്തുക എന്ന് പറഞ്ഞാൽ ചിലത് പകുതി കത്തിയിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോ അവിടെ കത്തുന്ന ഒരു ശവത്തിന്റെ കാലെല്ലാണ് പുറത്ത് കാണുന്നത്. അതെല്ലാം ഒരു പേരിന് ഏതോന് കത്തിക്കുക ചെയ്യുക. ചിലതിന്റെ കൈ പുറത്ത് കാണുന്നുണ്ട്, ഒന്നിന്റെ കാല് പുറത്ത് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. മര്യാദയ്ക്ക് കത്തി ഭസ്മാവുന്ന ആളെ ഭാഗ്യം എന്ന് പറയാ, വേറെ ഒന്നും പറയാനില്ല. എന്തായാലും മുമ്പത്തേലും എത്രയോ മാറ്റം വന്നിട്ടുണ്ട് ഇവിടെയെല്ലാം. ഇവിടെ നല്ല ചൂടടിക്കുന്നുണ്ട്. ഇതിന്റെ നല്ല ചൂടടിക്കുന്നു. കാലെല്ലാം പുറത്താ കാണുന്നു. ഒരു ഭാഗത്ത് കൈയെല്ലാം പുറത്ത് കാണുന്നുണ്ട്. എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. നമ്മളിവിടുന്ന് താഴോട്ട് ഇറങ്ങുന്ന, താഴോട്ട് അടുത്ത ഘാട്ടിലേക്ക് പോവാ. അവിടെയും ബോട്ടിംഗ് ഉണ്ട്. ഇവിടെ നോക്കട്ടെ, അവിടെയും ബോട്ടിംഗ് ഉണ്ട്. അടുത്ത ഘാട്ടിലേക്ക് പോവാ. മോളിന്ന് കണ്ടു ഇത് താഴത്ത്
എല്ലാം ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോവാ. തിരക്കുകൊണ്ട് അധികം നിൽക്കാൻ പറ്റുന്നില്ല. തിരിച്ചു പോകുമ്പോൾ ഇനി വഴിയെല്ലാം ചോദിച്ചു പോകണം. ഗലി കൂടെ വന്നുകൊണ്ട് എന്താ വഴിയൊന്നും അറിയില്ല. ആദ്യത്തെ ഈ പശു ഇവിടെ തിന്നുന്ന ഭാഗത്തെല്ലാം കത്തിക്കലുണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പം ഒന്നുകൂട്ടിയിട്ട് പൊന്തിച്ച് ഇതാ ഇവിടെയെല്ലാം ഉണ്ടായിരുന്നു. ഈ കാണുന്നിടത്തെല്ലാം പുഴയിലേക്ക് ഒഴുകുമായിരുന്നു. അപ്പോൾ അത് ബോട്ടിങ് സൗകര്യമാക്കി ഇവിടെ ഇങ്ങനെ കെട്ടി വൃത്തിയിൽ കെട്ടി ഇതാക്കി. ഷെയറിംഗ് ബോട്ട് എങ്ങനെയാ ചോദിക്കണം, എത്ര ഉറുപ്പ്യൊക്കെ പോകുന്നല്ലോ. മുഴുവൻ ബോട്ടിങ്ങാ. ഏതായാലും ഒരു ബോട്ട് സവാരി പോയിട്ട് വരാം ഇവിടെ തന്നെ, എന്നാ നല്ലത്. കുറച്ച് കാറ്റെല്ലാം കൊണ്ടിട്ട് വരാം. ബോട്ട് സവാരി ത്രൂ ഗംഗാ നദി കൂടെ ഒരു ബോട്ട് സവാരി കാഴ്ചയിൽ നല്ലുണ്ട്. കുറേയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും കുറേയൊക്കെ വൃത്തിയാക്കാനുണ്ട്. പിന്നെ ഈ പറയുന്ന ആരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. അത്രയും ലക്ഷക്കണക്കിന് ആളാണ് വരുന്നത്. നമ്മൾ തന്നെ ഇത് വൃത്തികേടാക്കുന്ന തിന്നയും കുടിച്ച് എല്ലാം അവിടെ ഇവിടെ എടുത്ത് വലിച്ചെറിയും. പിന്നെ ആരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. ജനസംഖ്യ കൂടുമ്പോൾ ഇതൊക്കെയാണ് ബുദ്ധിമുട്ട്. തിരക്ക് വേണ്ട, നിങ്ങൾ എല്ലായിടത്തും തിരക്കാ. ബോട്ടെല്ലാം പരിധി കൂടുതൽ ആളെയാ കയറ്റി വിടുന്ന ബോട്ടിലെല്ലാം. നിയന്ത്രണമൊന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണങ്ങളും ജാക്കറ്റെല്ലാം വരിക. ഏതായാലും നോക്കട്ടെ ബോട്ട് റൈഡിൻ്റെ എങ്ങനെയാ കാര്യങ്ങൾ.